ഇച്ചിരിയുള്ളത് ഒരു 10 കിലോ അത് കളയുന്നത്. പിന്നെ പഞ്ചായത്ത് സ്ഥലം തരുന്നില്ല. പിന്നെ ഞാനവിടെ ഇടണ്ടേ? പിന്നെ വീട്ടിൽ കൊണ്ടിട്ടാണ് ഇതാ ഒഴിക്കില്ല. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മണിക്കടവ് സെന്റ് തോമസ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിഷേക് കൃഷ്ണ ഒറ്റയാൾ നാടകം അവതരിപ്പിച്ചു. 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഭൂമി ആരുടേത് എന്ന നാടകത്തിലെ 8 കഥാപാത്രങ്ങളെ കൈയടക്കത്തോടെ വേദിയിൽ അവതരിപ്പിച്ച അഭിഷേകിന്റെ പ്രകടനം കാണികൾക്ക് വിസ്മയമായി. കേരളം സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരി, പരിസ്ഥിതി മലിനീകരണം നടത്തുന്ന വിവിധ കഥാപാത്രങ്ങൾ എന്നിവരെ നർമ്മത്തിൽ ചാലിച്ച് അഭിഷേക് അവിസ്മരണീയമാക്കി. തെരുവുനായയുടെ കടിയേറ്റ് മരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥിയിലൂടെ അഭിഷേക് കാണികളുടെ കണ്ണുകളെ നനയിച്ചു. സ്കൂളിലെ തിയേറ്റർ ക്ലബ്ബാണ് നാടക ആവിഷ്കാരത്തിനുള്ള സാങ്കേതിക സഹായം നൽകിയത്. സ്കൂൾ കലോത്സവ വേദികളിൽ വിദ്യാലയത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിക്കൊടുക്കുകയും ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അഭിഷേക് കൃഷ്ണ. ഇംഗ്ലീഷ് അധ്യാപകനായ വിനിൽ സി മാത്യു ആണ് നാടകരംഗത്ത് പരിശീലനം നൽകുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. രാവിലെ നമ്മൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുത്തു. പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞിട്ട് ജൂൺ 5 ഒരു ദിവസം മാത്രമായി ആഘോഷിക്കേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. കാരണം പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ പരിതഃ ചുറ്റും അതിന്റെ നിലനിൽപ്പ്, നമ്മുടെ ചുറ്റുപാടിന്റെ നിലനിൽപ്പാണ് പരിസ്ഥിതിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട്, ഞാൻ, എന്റെ ശരീരം, എന്റെ ചുറ്റുപാട്, എന്റെ വീട്, എന്റെ പരിസരം, എന്റെ സ്കൂള്, ആ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. തോമസ് അലക്സ് നാടകത്തിന്റെ രംഗസജ്ജീകരണം നിർവഹിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച അഭിഷേക് കൃഷ്ണയെ ഹെഡ്മാസ്റ്റർ PM നീലകണ്ഠൻ, സ്റ്റാഫ് സെക്രട്ടറി ജോഷി തോമസ്, സീനിയർ അസിസ്റ്റന്റ് പൗളിൻ വർക്കി എന്നിവർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നമ്മൾ പരിസ്ഥിതിയെ, പ്രകൃതിയെ സ്നേഹിക്കണം. നമ്മൾ ഐസിന്റെ മുട്ടായി കവർ ഇവിടെ വലിച്ചെറിയണം. അത് ഇടേണ്ട സ്ഥലത്ത് ഇടണം. നമ്മൾ പ്രകൃതി നമ്മുടെ അമ്മയാണ്. അമ്മയാണ് നമ്മൾ ദ്രോഹിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും